ബാറ്റ് വെച്ച് ഇന്ന് ഞാൻ കൊക്കോടാക്കിയിട്ടുണ്ട്. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമല്ലേ ചോറിൽ ബേച്ചിട്ട് കുളിച്ചിട്ട് ഇടയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം നീല പറഞ്ഞ് നമുക്ക് പാനിപ്പൂരി ആക്കാമെന്ന് പറഞ്ഞു. പാനിപ്പൂരിൻ്റെ പേക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൗണിൽ സാധനം വാങ്ങാൻ പോയിട്ടാകുമ്പോൾ. അപ്പോൾ പാനിപ്പൂരി ആക്കാമല്ലോ, അവൾക്ക് മദ്രസിലേക്ക് പോകാനുണ്ട് ഇപ്പം 5 മണിക്ക്. അപ്പോൾ പാനിപ്പൂരി ആക്കാറുടെ കൂടെ റെഡി ആയിട്ട് വന്നു. അങ്ങനെ നീരുള്ളി, തക്കാളി, മല്ലിച്ചപ്പ് ഇത്രയാണല്ലേ കട്ടാക്കിയത്. ഈ ചോപ്പറിലിട്ട് ഓള് വലിച്ചെടുത്തത് അവന്. ഞാൻ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് അതിലിട്ടിട്ട് കൊടുത്ത് മല്ലിച്ചപ്പും തക്കാളിയും നീരുള്ളി അതിനോള് ചോപ്പറിലിട്ട് വലിച്ചിട്ടെടുത്തത് ഓളാണ്. അങ്ങനെ അത് ചോപ്പറിലിട്ടിട്ട് ഓള് വലിച്ചിട്ട് അവിടെ വെച്ച് അങ്ങനെ ചട്ടി വെച്ചിട്ട് ഞാൻ എണ്ണ വെച്ച് കടുവല്ല കലം പോരുന്നില്ല അതിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് പെട്ടെന്നാവണം, കുറേ സമയം എടുക്കാനുള്ള ടൈമില്ല. അങ്ങനെ പെട്ടെന്നാക്കാൻ വേണ്ടി ചെറിയ കടുകലം പോരുന്ന ആ ചട്ടി വെച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ടാവേ. എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് അതിൻ്റെ ഇതെല്ലാം ഓരോന്നായിട്ട് പറക്കിയിട്ടിട്ട് പാനിപ്പൂരി ആക്കുന്ന പിന്നെ പാനിപ്പൂരിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു എന്നൊരു സമയത്ത് വാങ്ങിയിട്ട്. അപ്പം അതും വെള്ളത്തിലിട്ടിട്ട് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അതും വെള്ളത്തിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച് പിന്നെ കുറച്ച് കടലക്കറി ഉണ്ടായിനവേ, ഇന്നലെ വെച്ചിട്ടുണ്ടായി കടലക്കറി കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കിയിട്ട് വെച്ച് ഓള് വേപ്പടിയൊക്കെ പോയിട്ട് മിച്ചറില്ലേ സേമിയ മിച്ചർ എന്ന് പറയുമ്പോൾ അതും കുറച്ച് മേങ്ങിയിട്ട് വന്നിനെ. ഇത് ചെറിയ ചട്ടിയാണ്ട് പെട്ടെന്ന് ആയി തരും. 4-5 ഒന്നിച്ചിട്ടിട്ട് വേമ്പേ ആയനും ചെയ്തിന്. ഇതാണ് പാക്കറ്റ് മാർജിൻ ഫ്രീന്ന് മേങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 30 റുപ്യ ഒരു പാക്കറ്റിന്. കുറേ ഉണ്ടാവയിൽ എന്ത് മോശമല്ല നല്ലത്. ഇതൊക്കെ ഒറ്റ പാനിപ്പൂരിൻ്റെ ഭ്രാന്ത്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആക്കി കൊടുക്കാലിട്ടേ മേങ്ങിയത്. ആടുത്ത് ഇത്ര പാങ്ങില്ലാങ്ങൂല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നപ്പോൾ. അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഇതാ എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് കോരിയിട്ടെടുത്ത് അതിനെ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ആ കറിയെല്ലാം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതും മാറ്റി വെച്ച് ചൂടോടെ കഴിക്കുമ്പോഴല്ലേ പാങ്ങ്. അങ്ങനെ അതും റെഡിയാക്കിയിട്ട് മാറ്റിയിട്ട് വെച്ച് നീരുള്ളി, തക്കാളി മുറിച്ചതും കടലക്കറിയും മിച്ചറ് പിന്നെ എന്തുണ്ടായേ പിന്നെ ഇതാ പാനിപ്പൂരിൻ്റെ ആ പച്ചവെള്ളം പൊതീനൻ്റെ എല്ലാം വെള്ളം തോന്നുന്നത് അതിൻ്റെ പൊടിയാണ് ഞാൻ മിക്സ് ആക്കിയാൽ. കുറച്ച് നീരുള്ളി മല്ലിച്ചപ്പം ജസ്റ്റ് ഇതാ ഇങ്ങനെ മുറിച്ചിട്ടതാണ്. അങ്ങനെ ഓളർ ഞാൻ എന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഓളെന്നെ ഇടാൻ കഴിഞ്ഞു. ഓൾക്ക് അതിന് അത് തിന്നെങ്കിലേ അതിന് വേറെ ഒന്നും തിന്നോട്ടില്ല. അങ്ങനെ ഇത്ര ഇത്ര തന്നെ ബാക്കിയത്. അങ്ങനെ അപ്പോൾ നെയ്യാസും വന്ന് ഇതെന്തെന്ന് കണ്ടിട്ട് ഓൻ ബോൾ തട്ടി കളിക്കുന്നുണ്ടായി. ഇത് കണ്ടിട്ട് മോനും വന്ന് എന്ത് നോക്കാൻ. ഓനിക്ക് ഇഷ്ടമൊന്നുമല്ല വലിയ, ഓൾക്ക് വലിയ പ്രാന്ത്, ഓനിക്ക് വലിയ പ്രാന്തൊന്നുമില്ല. അന്നങ്ങ് തിന്നോന്ന് പറഞ്ഞിട്ട് ഓൻ നോക്കാം, തിന്ന് നോക്ക് ടേസ്റ്റ് നോക്കുക അങ്ങനെ വിളിച്ചുകൊണ്ടെന്നോണ്ട് തിന്നാൻ വന്നില്ല. അപ്പം നോക്കാനും ഒരിക്കലെന്തോ വായിക്കട്ടെ. എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടൊന്നുമില്ല, ഓനിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഓനത് മാത്രം തിന്നൽ, അതിൻ്റെ പൂരി മാത്രം ഓന് കഴിക്കൽ. അങ്ങനെ ഓനും ഓളെടുത്ത് തന്നെ പോരി ഇരുന്നിട്ട് ഓനിക്ക് ഓളെ കഴിക്കുന്നതാണ് പാസ്സായി. അങ്ങനെ ഓരോന്നേരന്നേ പറക്കിയിടാൻ കഴിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഓള് 4-5 ഓള് തിന്നിട്ടായിനവേ. ഓൾക്കിനെ അത് എത്ര തിന്നെങ്കിലേ. എനിക്കിപ്പോൾ പോകുമ്പോൾ മദ്രസിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു എടുത്തേക്കണമ്മ ബാക്കിയുണ്ടത്, ഞാൻ വന്നിട്ട് തിന്നു. ഓൾ മദ്രസ് കഴിയുമ്പോൾ 7-8 മണിയാണോളൂ മദ്രസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ. ചായ വേണ്ടക്ക് തന്നെ മതി എന്നിട്ട് അതും കുടിച്ചിട്ട് പോയത്. ഓനിക്കിപ്പോൾ ഓള് തിന്ന് കാണുമ്പോൾ എന്തെല്ലാവരും തിന്നാന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഓന് തിന്നിട്ടൊന്നുമില്ല, അതിൻ്റെ പൂരി മാത്രം തിന്നുകൊണ്ട്. എന്നിട്ട് ഓനിട്ടേച്ച് എന്നോട് പറഞ്ഞു ഉമ്മ തിന്നു. അങ്ങനത്തെ നയാസാണ് ഈ നയാസ്. അപ്പോൾ നിങ്ങൾ എന്ത് വൈകുന്നേരത്തേക്കെല്ലാം ഉണ്ടാക്കിയത്? ഓക്ക് കൊടുത്തു, ഓള് തിന്നൊന്നുമില്ല. എന്നിട്ട് ഓന് പറഞ്ഞ് മറ്റേ ചോളമില്ലേ പോപ്കോൺ എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു, അത് എനിക്കാക്കി തരണമാന്ന് പറഞ്ഞു. നീ തിന്നിട്ടില്ല, എനിക്ക് തിന്നാന്ന് ഓന് എന്ത് തിന്നായിരിക്കുമ്പോൾ പാങ്ങില്ലാതാ. അങ്ങനെ ഞാനും ടേസ്റ്റ് ആക്കിയത് ഓരോ തിന്നിട്ടായിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ പാനിപ്പൂരി എന്നുള്ള സംഭവം. ഞാനിങ്ങനത്തെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ടാക്കും. പിന്നെ നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് പോയി തിന്നാൻ കഴിയില്ലല്ലോ. പുറത്തുനിന്ന് തിന്നുന്ന ആ ടേസ്റ്റൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിന്ന് കഴിഞ്ഞ് ബാക്കിയുണ്ട് പൂരിയെല്ലാം വന്നിട്ട് തിന്നിട്ട് വെച്ചിട്ടൊന്നുമില്ലാതെ ഒരു മദ്രസിൽ പോയിട്ട് വന്നിട്ടായിപ്പോൾ വരുമ്പോൾ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല ഓന്. അങ്ങനെ ഓന് പോപ്കോൺ ആക്കുന്നിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പറയാം ഞാൻ കഥാക്കിട്ടാ ഇത് ടേസ്റ്റ് ഇല്ല, ഇത് എമ്മിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു. പിന്നെ ഓരോന്നിരുന്നേ കുറച്ച് ഇടുന്നു, എൻ്റെ ഇട വെക്കുന്നു, എനിക്ക് വായിക്കിട്ട് വെക്കുന്നു, കടിക്കുന്നു, ഇട വെക്കുന്നു. അങ്ങനെ ആയിക്കോണേ. അങ്ങനത്തെ നയാസാണ് എൻ്റെ മോന്. നിങ്ങൾക്ക് എന്ത് വൈകുന്നേരത്തേക്ക് ചായക്കെല്ലാം
ചായക്ക് സ്പെഷ്യൽ എന്തോ ആക്കിയതാ. അവൻ തിന്നിട്ടാ കണ്ട എനിക്ക് അങ്ങനെ ഈ പോപ്കോൺ ആക്കാൻ തന്നെ മുമ്പുണ്ടായിരുന്നു. അങ്ങനെ പോപ്കോൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചവേ കുക്കറിൽ ആക്കല്ലേ പോപ്കോൺ. ഇത് പോപ്കോൺ ആക്കുന്ന തന്നെ കുക്കർ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കല്ലാനേ. അതിൻ്റെ അത് വെച്ചെങ്കിൽ നേരെ വിസിലൊന്നും വരുന്നില്ല, നേരാക്കിയിട്ടില്ല കുക്കറിന്. അപ്പോൾ അതിൻ്റെ കുക്കറിൻ്റെ വിസലിൻ്റെ അത് മൂടി എടുത്തിട്ടാണ് ഞാൻ അതിൽ വെക്കൽ. വിസലെടുത്തിട്ടാണ് അതിൽ പോപ്കോൺ ഉണ്ടാക്കൽ. അങ്ങനെ കുക്കർ വെച്ച് കുക്കർ ചൂടായിട്ടാകുമ്പം അതിലേക്ക് പിന്നെ പോപ്കോൺ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഓയിലും ഇട്ട് രുചി ഗോൾഡിൻ്റെ പനയെണ്ണയില്ലേ അതും ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സാക്കി ചൂടായിട്ടാകുമ്പം എന്നിട്ടേര് ഞാൻ അടിച്ച് വെച്ചതാണ്. അതിൻ്റെ വിസിലെടുത്തിട്ട് കുക്കറിൻ്റെ വിസിലെടുത്തിട്ടാണ് ഞാൻ അടിച്ച് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കലുണ്ട്. കുറച്ച് ഒരു പാത്രത്തിൽ അത്ര കണക്കായി കുറേ ഇട്ടൂടാ, ഇട്ടെങ്കിൽ പൊട്ടുന്നില്ല അത്. ഇപ്പം അടിയിലത്തത് കുറച്ച് പൊട്ടാല ബാക്കിയോ അതിന് ഞാൻ നോക്കുമ്പോഴേക്ക്. അങ്ങനെ നല്ല പാല ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാവരും കുറേ ആളുകൾ മുളക് അങ്ങനെയെല്ലാം ഇടുന്നു. ഞാനും മുളക് പൊടിയൊന്നും ഇടില്ല. ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും ഇടും. ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വെക്കലാണ്. ഇതൊക്കെ ഉണ്ടാകും മഞ്ഞൾപ്പൊടി, ഓയിൽ, ഉപ്പിൻ്റെ പൊടി ഇത്ര മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്യലാണ്. നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൽ നല്ല പാങ്ങുണ്ടാകും. അങ്ങനെ അതും റെഡി ആയിനവേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചിള്ളിയിട്ട് നോക്കിയിട്ടില്ലേ അതിനങ്ങനെ മൂടി വെച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെ നോക്കിക്കോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണവേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടവേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണം. അപ്പോൾ പുതിയ വീഡിയോ വേണമെന്ന് ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണവേ. എന്താ ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്. ഇത് പൊട്ടുന്ന കാണാൻ എന്തോ രസമേ. മൂട് തുറക്കായി അപ്പം ചട്ടപ്പട്ടേന്നിട്ട് പൊട്ടും. അങ്ങനെ ഇതിങ്ങനെ മൂടി വെച്ചിട്ട് പോയി. മൂടി വെച്ചിട്ട് ജസ്റ്റ് തുറന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. പഠിച്ചോന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു പൊട്ടുന്ന കാണാൻ. നല്ലോണം പൊട്ടിയിട്ട് പുറത്ത് തെറിക്കുമ്പോൾ ഞാൻ വേഗം മൂടിയിട്ട് അങ്ങനെ പൊട്ടുന്ന തന്നെ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ദൂരം വാങ്ങുന്നത് പൊട്ടുന്ന. ആ പൊട്ടിയിട്ടിങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ ദൂരം വാങ്ങും. കിടക്കിടക്ക് സൗണ്ട് കേൾക്കാൻ. ഓനതാ സീറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുന്നുണ്ട്. ഓനതാക്കി കൊടുക്കാൻ തന്നെ വിട്ടിട്ടാ. അങ്ങനെ ഇതാ ഫുള്ള് റെഡിയായി പോയി. അപ്പോൾ ചെറുങ്ങനെ ഒറ്റേ പൊട്ടുന്നുള്ളൂ. നിങ്ങൾ അടിയിൽ ഒരു 4-5ഓളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പോപ്കോൺ ബാക്കിയുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ എമ്മി? നെയ്ല കുറച്ച് എടുത്തേക്കണോ? എമ്മിയാ പറയും. ഞാൻ അടങ്ങിയിരിക്കുക എൻ്റെ ഒന്നോനെ കയ്യിൽ പിടിച്ച അല്ല അത് ചൊപ്പ് കവറ്.